ഹായ് ഹലോ, നമുക്കിതേ പെടക്കണ പച്ച മീൻ പിടിച്ച് കറി വെച്ചാലോ? വായോ. ഇതാ നമ്മളിന്നിവിടെ മീൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണമ്മോൻ വല സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ. പിള്ളേർ 4 ഉണ്ട്. 4 പേരും വെള്ളത്തിൽ കളിയാണ്. തോടൊക്കെ നിറഞ്ഞിടക്കാണ്. മഴ കനത്ത് കയറുന്നു കേട്ടോ. മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാവരുടെയും വീട്ടിനകത്ത് വലയുണ്ട്. കാരണം നമ്മൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൈപ്പിങ്കരല്ലേ താമസം. എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ് മീൻ പിടിക്കുക എന്നുള്ളത്. ഇതെല്ലാവരും പുറത്തുണ്ട്. പല ടൈമിനകത്തായിട്ട് ഫുൾ ടൈം ഇവിടെ മീൻ പിടുത്തം ഉണ്ടാവും കേട്ടോ. വലയിടലും ഞണ്ടാറിടലും ചൂണ്ടിടലൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് വല വീശി കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട്, സംഭവം എന്തൊക്കെയോ പിടയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. എല്ലാവരും ആകാംക്ഷയിലാണ്. പിള്ളേർ വട്ടം ഇട്ടിട്ടുണ്ട്, കൂടെ ഞാനും. മിക്കിതേ അവിടെ ഓടിച്ചാടി കളിക്കുക കേട്ടോ. പട്ടിക്കുഞ്ഞിൻ്റെ പേരാട്ടോ മിക്കിന്ന്. കിട്ടിയേക്കണ മീൻ കോലാനാണ് കേട്ടോ. കോലാനാണ്. 3-4 കോലാനുണ്ട്. ഇതേ കിച്ചു കോലാനെ പിടിച്ച് നമുക്ക് കാട്ടി തരുന്നുണ്ട് കേട്ടോ. സ്ക്രീനിലോട്ട് കാട്ടി തരുന്നുണ്ടേ. ഒരാൾ നന്ദിവിടെ ഇരുന്ന് കോലാൻ്റെ നീളം അലക്കാണ്. അവൻ്റെ കൈൻ്റെ ഒരു മുഴ ഉണ്ടെന്നാണ് പറയണതേ. നമ്മുടെ ദിയക്കുട്ടിയും കോലാനെ പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ മീൻ പിടുത്തം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തോടിനും കണ്ടത്തിൻ്റെ നടുവിലൂടെ നടക്കുക കേട്ടോ. അടിപൊളിയല്ലേ നമ്മുടെ സ്ഥലം കാണാനായിട്ട്. വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുകയാണേ. അപ്പോൾ നമ്മളിത് തോട്ടിൽ തന്നെയാണ് വീശുന്നത് കേട്ടോ. അതെ, സൈത്തേട്ടൻ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. പുള്ളി ഇതേ വല വീശിയിട്ടുണ്ട്. സതീഷേട്ടൻ നോക്കി നിൽക്കുകയാണ് വല വീശണ കേട്ടോ. അതേ വല ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയിലാണ് എന്തായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുകയെന്ന് ഓർത്തിട്ട്. പുള്ളി വല കുടഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫിഷിങ് ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും അറിയില്ല. ഈ പറഞ്ഞ എനിക്കും അറിയില്ല. പക്ഷേ കണ്ടു നിൽക്കുമ്പോൾ എന്താ അറിയില്ല, സമയം പോകണം അറിയില്ല ഈ ഒരു പരിപാടി. പണ്ടൊക്കെ അച്ഛനൊക്കെ ചൂണ്ടിടാൻ പോയിട്ട് കരിമീൻ കുറേ കൊണ്ടുവരും കേട്ടോ. അന്നൊന്നും ഈ സാധനം കഴിക്കത്തുമില്ല. കരഞ്ഞ് ചമ്മന്തി കൂട്ടി ചോറുന്നൊരു ഓർമ്മയ്ക്ക് എനിക്കുണ്ട്. അമ്മ എപ്പോഴും പറയും അത്. ഇതാ നമുക്ക് കിട്ടിയ മീൻ കാട്ടിത്തരാവേ. നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് ഇത്രയും മീനാണ്. നന്ദനും പൂളാനും ചെറിയൊരു കരിമീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മീനോട് കിട്ടിയിട്ടുണ്ട്. ആ മീൻ നമ്മളിത് ഇതുപോലെ മാലി കെട്ടി വെള്ളത്തിലിട്ട് വെക്കും. ഈ മാലി കെട്ടി വെള്ളത്തിലിടുന്നതെന്ന് വെച്ചാൽ മീൻ കുറച്ച് നേരം കൂടി ജീവൻ നിലനിർത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് എത്ര നേരം വേണമെങ്കിൽ നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. എല്ലായിടത്തും ചെയ്യുന്ന പരിപാടിയാണോന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിവിടെ ഈ ഒരു സാധനത്തിന് മാലി എന്നാട്ടോ പറയണം. അങ്ങനെ കണ്ണമ്മോൻ അതിനെ മാലിയിലോട്ട് ഇട്ട് കിച്ചുമോൻ അതിനെ വെള്ളത്തിലോട്ട് ഇടുകയാണ്. എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? ഞാനേ കുറച്ച് നന്ദനം ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മീനാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. ഇതുപോലെ ആദ്യം തന്നെ അതിൻ്റെ ചെതമ്പിൽ കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ എളുപ്പം വെട്ടിക്കഴിയുന്നൊരു മീനാട്ടോ. ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ചടങ്ങ് മീൻ വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ കുത്തിയിട്ട മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എൻ്റെ ചിറകും വാലും തലയൊക്കെ ഇതുപോലെ അങ്ങ് വേഗം വെട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ അന്തം വെട്ടിക്കഴിഞ്ഞു. കുറച്ച് മീൻ വറക്കാനും കുറച്ച് മീൻ കറി വെക്കാനും എടുത്ത് വെച്ചോട്ടോ. നമ്മൾ ഈ മീൻ തേങ്ങ അരച്ചോട്ടൊന്ന് കറി വെക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് ചട്ടി ചൂടാക്കാൻ വെച്ചു. ചട്ടിയിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, നമ്മുടെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എല്ലാ കറിയിലും ചേർക്കാറുണ്ട് കേട്ടോ. പല സ്ഥലത്തും വെളുത്തുള്ളി അങ്ങനെ കറിയിൽ ചേർക്കൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അതിലോട്ട് നമ്മൾ സവാള അരിഞ്ഞ് ചേർത്തു. കുറച്ച് പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല രസമില്ല കളറ് കാണാനായിട്ട്. എനിക്കിതിൻ്റെ കളർ കോമ്പോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലോട്ട് തക്കാളിയും കൂടി ഒത്ത് വീഴുമ്പോൾ അത് സ്പെഷ്യൽ കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മൾ തക്കാളിയും കൂടി ഇട്ടു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. പണ്ടുന്ന കാലങ്ങളിലൊന്നും നമ്മുടെ വീട്ടിൽ ഈ കറി വെക്കുമ്പോൾ തക്കാളി ഇതുപോലെ എല്ലാത്തിനും ചേർക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു മിക്ക നോൺ വെജ് ഐറ്റംസിലും തക്കാളി ഒരു മസ്റ്റായിട്ടോട്ട് മാറിയിട്ടുണ്ട്. തക്കാളി ഇതുപോലെ വഴണ്ട് വന്നപ്പോൾ നമ്മൾ ചെറിയ 2 പുളി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമ്മളിത് ഇതുപോലെ അങ്ങോട്ട് വഴറ്റുകയാണേ. എന്നായിക്കോട്ടെ, കുറച്ച് പുളിയൊക്കെ പിടിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ അരപ്പൊഴിച്ചു കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാക്കി കൊടുത്ത്. അപ്പോഴേക്കും അവിടെ നിന്നൊക്കെ ഇവിടെ നിന്ന് നെയ്യൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് മിക്സിയിലുള്ള ബാക്കി അരപ്പ് കൈ കൊണ്ട് എടുത്ത് ഇടുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച്, നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പുഴമീനിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു മീൻ നന്ദൻ മീനാട്ടോ.
ഇത് കഴിക്കുന്നത് കുട്ടികളുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും യൂറിൻ സ്റ്റോൺ ഉള്ളവർക്കും കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വ്യക്തമായിട്ട് പറയാൻ കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കിഡ്നി സ്റ്റോണിന് ഉടമയാണ്. അപ്പോൾ കല്ലുകൾ പെട്ടെന്ന് രൂപാന്തരപ്പെടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ കഴിക്കേണ്ടെന്നല്ല, കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാമെന്നാണ്. അതെ, തിളച്ച അരപ്പിലോട്ട് നമ്മളിത് ഇതുപോലെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനിട്ട് നമ്മളിത് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മതി, കാരണം കുഞ്ഞു മീനല്ലേ, പെട്ടെന്ന് തന്നെ ഇത് വേവും. ഇത് നല്ലോണം നെയ്യും തിരിഞ്ഞ് അതിൻ്റെ ബബിൾസൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട് മീൻ. കോരി കാട്ടിത്തരാവേ. ഇതിപ്പോൾ ഞാൻ കോരാം. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ മീൻ വെക്കാറുണ്ടോ? ഇതിന് വേറെ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്